ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ ബേസിക് ആയിട്ട് ഇൻഷോട്ടിൽ എങ്ങനെയാണ് ഇന്ന് എഡിറ്റ് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യമായിട്ട് ഇൻഷോട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൽ ഈ വീഡിയോ, ഫോട്ടോ, കൊളാജ് ഇങ്ങനെ വരും. അതിൽ വീഡിയോ എടുത്തു, എന്നിട്ട് അതിനകത്ത് ന്യൂ സെലക്ട് ചെയ്തു. ന്യൂ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് പോകും. അവിടെ നമുക്ക് ആവശ്യമുള്ള നമുക്ക് ഏതൊക്കെ വീഡിയോസാണ് വേണ്ടത് അല്ലെങ്കിൽ ഫോട്ടോ ആണ് വേണ്ടതെന്ന് നമ്മൾ സെലക്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു കാലിഗ്രഫി വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള വീഡിയോസും ലാസ്റ്റത്തെ ഫോട്ടോയും എല്ലാം നമ്മൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ ഇൻഷോട്ടിനകത്തേക്ക് ഇങ്ങനെ വരും. ഇനി നമുക്ക് നമ്മുടെ ആ വീഡിയോനെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കത് വളരെ ചെറുതാക്കിയെടുക്കാം. ഇത് ഏകദേശം ഒരു 7 minutes ഉള്ള വീഡിയോയാണ് ഞാനിപ്പം എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഒരു കട്ട് ചെയ്ത് ഞാനൊരു 30 seconds താഴെ ആക്കാനാണ് നോക്കുന്നത്. നമുക്കത് ആവശ്യമായിട്ടുള്ള പോർഷൻസ് മാത്രം സെലക്ട് ചെയ്ത് ആവശ്യമില്ലാത്തത് നമ്മൾക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ അതിനകത്തൊരു സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ എഴുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ വെച്ച് അത് സ്പ്ലിറ്റിൽ നീക്കി കഴിയുമ്പം അത് കട്ടായി നിൽക്കും. നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻ സെലക്ട് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയുക. അങ്ങനെ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ നമ്മൾ നോക്കിയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാം ഡിലീറ്റ് ചെയ്ത് കളയണം. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയുടെ സ്പീഡ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സ്പീഡ് നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ പറ്റും. അപ്പോൾ സ്പീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ നിൽക്കാൻ മതി. അപ്പോൾ ഓരോ പോർഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സ്പീഡിലേക്ക് അതാക്കിയെടുക്കാം. ഇനി നമുക്ക് ഓരോ വീഡിയോയുടെ ക്ലിപ്പുകളുടെ ഇടയിലും വീഡിയോ ക്ലിപ്സിൻ്റെ ഇടയിൽ നമുക്കൊരു ട്രാൻസിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ട്രാൻസിഷൻ്റെ എഫക്ട്സ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അവിടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ട്രാൻസിഷൻ്റെ വരും. അതിൽ ബേസിക് എന്ന് പറയുന്ന എല്ലാ എഫക്റ്റുകളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബാക്കി എല്ലാ എഫക്റ്റിലെ ഫസ്റ്റ് വൺ മാത്രമായിരിക്കും എടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അടുത്തേക്കുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ മിക്കവാറും ഇൻഷോട്ട് പ്രോ ആണെങ്കിൽ മാത്രമായിരിക്കും നമുക്കത് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ബേസിക് ആയിട്ടുള്ളതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ വെറുതെ ഓരോ എഫക്റ്റുകൾ കാണിച്ചു തരാം. നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും എഫക്റ്റുകൾ നമുക്ക് എഫക്റ്റ് വേണമെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. ഡബിൾ ക്ലിക്ക് ഞെക്കിക്കഴിഞ്ഞാൽ അപ്ലൈ ടു ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോസിൽ ഫുള്ളായിട്ട് ട്രാൻസിഷൻ എവിടെയൊക്കെ വരുന്നോ അവിടെയെല്ലാം സെയിം എഫക്റ്റ് തന്നെ വരും. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയുടെ വോളിയം കുറയ്ക്കാൻ വേണ്ടി നമുക്ക് വോളിയത്തെ പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് 0% അതാക്കി വെച്ചിട്ട് അപ്ലൈ ടു ഓൾ കൊടുത്താൽ ഫുൾ വീഡിയോയുടെയും 0% ആയി വോളിയം മാറും. ഇനി നമ്മുടെ ക്യാൻവാസിൻ്റെ സൈസ് 9:16 ആണ്. ഷോർട്ട് വീഡിയോസാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ആക്കണം. ലോങ് ആണെങ്കിൽ 16:9 എന്നുള്ള പ്രൊപ്പോർഷനിലേക്ക് മാറ്റണം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് എഫക്റ്റുകൾ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ എഫക്റ്റിൽ ആഡ് ചെയ്താൽ മതി. എഫക്റ്റ് എടുക്കുക. അതിൽ പല എഫക്റ്റുകളുണ്ട്, ഫിൽറ്റേഴ്സ് എഫക്റ്റുകളെല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് ഇപ്പോൾ ഞാൻ പല ഇത് മാറ്റി കാണിക്കാം. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് അതും ആഡ് ഓൺ ചെയ്യാം നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ അത്രയാണ് നമ്മൾ ബേസിക്കായിട്ട് ഞാൻ ചെയ്യുന്ന എഡിറ്റിങ് ഒരു ഷോർട്ട് വീഡിയോ ആഡ് ചെയ്യുമ്പോൾ. പിന്നെ എന്തെങ്കിലുമൊക്കെ ആനിമേഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അത് ഏതെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഇതിൻ്റെ അകത്തേക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. ഞാൻ ഇതിൻ്റെ അകത്ത് സൂം ഔട്ട് എന്ന് പറയുന്ന ഒരു ആനിമേഷനും കൂടെ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് ആ സ്റ്റാർട്ടിങ് പോർഷനിൽ മാത്രം. ഇനി നമുക്ക് നമ്മുടെ വീഡിയോസിൻ്റെ അകത്തേക്ക് എന്തെങ്കിലും ടെക്സ്റ്റുകളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് എന്ന് പറയുന്ന അത് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് ഒരുപാട് ഏതൊക്കെ ഫോണ്ടുകൾ മാറ്റാൻ പറ്റും, പിന്നെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാനവിടെ യെല്ലോ കളറിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് എന്നൊരു ടെക്സ്റ്റാണ് ആഡ് ചെയ്യുന്നത്. നമുക്കത് വീഡിയോയുടെ എവിടെ മുതൽ എവിടെ വരെ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. ആ ബാർ വലിച്ച് അവിടെ വരെ വെച്ചാൽ മതി. നമുക്ക് ഇനി ഒരു പോർഷനിൽ മാത്രമാണെങ്കിൽ അവിടെ മാത്രം കൊണ്ടുവച്ചിട്ട് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോർഷനിൽ മാത്രം ഈ ടെക്സ്റ്റ് കാണും. ഇൻഷോട്ടിലൊക്കെ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇൻഷോട്ടിൻ്റെ ഒരു വാട്ടർമാർക്ക് സൈഡിൽ വരും. അപ്പോൾ ആ വാട്ടർമാർക്ക് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ സൈഡിൽ ഇൻഷോട്ടിന് എഴുതിയിരിക്കുന്ന സൈഡിൽ തന്നെ ക്രോസ് ഉണ്ട്, അതിൽ പ്രസ് ചെയ്താൽ ഇങ്ങനൊരു ഇത് വരും. അതിൽ ഫ്രീ റിമൂവ് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ആഡ് അപ്പോൾ കാണേണ്ടതായിട്ട് വരും. ഒരു 30 seconds ഒരു ആഡ് കാണേണ്ടി വരും. ആഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല ആഡ്. ആ ആഡ് അങ്ങ് കംപ്ലീറ്റ് ചെയ്യുന്നതോടെ നമ്മുടെ ഇൻഷോട്ട് എന്നുള്ള വാട്ടർമാർക്ക് ആ വീഡിയോയിൽ പിന്നെ ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് അതും റിമൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീഡിയോസ് ഇപ്പോൾ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണെങ്കിൽ നമുക്ക് ആ റിക്വസ്റ്റ് ചെയ്തവരുടെ ആ കാര്യം കൂടി നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമ്മൾ PIP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇൻഷോട്ടിനകത്ത്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഗാലറിയിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓൾറെഡി സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം അവർ ചെയ്തിരിക്കുന്ന കമൻറ്റുകൾ. അത് സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വീഡിയോയിലേക്ക് ആഡ് ഓൺ ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ള പോർഷൻ മാത്രം ക്രോപ്പ് ചെയ്തെടുക്കുക. അതിന് എഡിറ്റ് ഞെക്കിയാൽ ആ ക്രോപ്പ് ഓപ്ഷനും കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കമൻറ്റ് മാത്രമായിട്ട് നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അത് എന്നിട്ട് നമ്മുടെ വീഡിയോയിൽ എവിടെയൊക്കെ വേണോ ഏതൊക്കെ പോർഷൻസിൽ വേണോ എന്നുള്ളത് അതനുസരിച്ച് നമുക്ക് വെക്കാൻ പറ്റും. ക്രോപ്പ് ചെയ്തെടുത്ത് നമ്മുടെ ആ പോർഷൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറ്റും. അത് മാത്രമല്ല അതിൻ്റെ എഡ്ജിൽ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
അതെല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻ കേസ് അത് കൂട്ട് 1-2 എണ്ണം വേണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ അതും അങ്ങനെ തന്നെ കിട്ടും. ഇനി നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് സേവ് ചെയ്യാം. അതിനുവേണ്ടി സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പം മിക്കവാറും നമ്മളൊരു ആഡിലേക്കായിരിക്കും പോകുന്നത്. ഒരു 5 സെക്കൻഡുള്ള ആഡ്. ചിലപ്പം അത് സ്കിപ്പ് ചെയ്യാനും പറ്റും. ആ ആഡ് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് നമ്മുടെ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ഗാലറിയിലേക്ക് പോകും. ഇനി നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഗാലറിയിൽ നിന്ന് എടുക്കുക, നേരെ അത് അപ്ലോഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.